ഇതാണ് എൻ്റെ കസിൻ്റെ മോളാണ്. പേരെന്താ മോളെ? ഫിദ. ഫിദ ഒരു പാട്ട് പാടോ? പാട്. എല്ലാവരും ഒന്ന് കൈയടിച്ചേ. ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഞാനെന്നുള്ളതേ എൻ്റെ നാട് എന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ ഇംഗ്ലീഷിൽ നേറ്റീവ് പ്ലേസ് എന്നൊക്കെ പറയുന്ന സ്ഥലത്താണ്. അപ്പോൾ ഇത് എവിടെയെന്ന് വെച്ചാൽ തൃശ്ശൂർ ജില്ലയിലെ ചേലക്കര പഴയന്നൂർ പഞ്ചായത്തിലാണ് എൻ്റെ നാടുള്ളത്. ഈ പ്രദേശത്തിൻ്റെ പേര് പൊറ്റ എന്നാണ്. അപ്പോൾ എൻ്റെ തറവാട് വീടൊക്കെ പൊറ്റയിലാണ്. ഇവിടെ ഒരുപാട് കൃഷിയുണ്ട് കേട്ടോ. മെയിനായിട്ട് നെല്ലാണ് കൃഷി ചെയ്യുന്നത്. നെല്ല് മാത്രമല്ല, തെങ്ങ്, അങ്ങനെ ഒരുപാട് വിളകൾ കൃഷി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഞങ്ങളുടെ പാരമ്പര്യ സ്വത്തുക്കൾ തന്നെയാണ്. അപ്പോൾ അവിടെ കൃഷി ചെയ്യുന്നത് എൻ്റെ അച്ഛൻ്റെ ഏട്ടനാണ്. പശുവൊക്കെ മേയുന്നുണ്ട്. ശരിക്കും ഒരു മൺസൂൺ ടൈമിലൊക്കെ വന്നു കഴിഞ്ഞാൽ പ്രകൃതി രമണീയമായ സ്ഥലമാണ്. അപ്പോൾ പശുവിനെ കെട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് വൈക്കോലൊക്കെ കാണാൻ സാധിക്കും കേട്ടോ. ഒരു മഴക്കാലത്തൊക്കെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര പ്രകൃതി രമണീയമായ പ്രദേശങ്ങളാണ്. ഗൈസ്, ഇവിടെയായിരുന്നു ഞങ്ങളുടെ തറവാടൊക്കെ നിന്നിരുന്നത്. ഇപ്പോൾ തറവാട് പൊളിച്ച് അച്ഛൻ്റെ ഏട്ടൻ ഇവിടെ വീടൊക്കെ കെട്ടി. ഞങ്ങൾ പാലക്കാടേക്ക് ഷിഫ്റ്റ് ചെയ്തുകൊണ്ട് തന്നെ അച്ഛൻ്റെ ഏട്ടനാണ് ഇവിടെ വീട് കിട്ടിയത്. ഇവിടെയൊക്കെ ഒരുപാട് കളിച്ച് നടന്നായിരുന്നു കേട്ടോ. ഇവിടെയായിരുന്നു തറവാട് ഉണ്ടായിരുന്നത്. ഇത് ഒരു കസിൻ്റെ വീടാണ്. അപ്പുറത്ത് വേറെ ഒരു വല്യച്ഛൻ്റെ വീടാണ്. ഈ കുളം പണ്ട് ഞങ്ങളുടെ തറവാട്ടുക കുളമായിരുന്നു. പിന്നെ ഈ കുളം പഞ്ചായത്തിലേക്ക് കൊടുത്തു. ഇപ്പോൾ നാട്ടുകാരൊക്കെ വന്ന് കുളിക്കലും അലക്കലൊക്കെ ഉണ്ട്. ഗൈസ്, ഇതാണ് ഞാൻ പഠിച്ച അംഗനവാടി. ഞാൻ കറക്റ്റ് ഏത് വർഷം പഠിച്ചതെന്ന് ഞാൻ മറന്നുപോയി. എനിക്ക് തോന്നുന്നത് 1997-ലോ 6-ലോ ആണ് ഞാനിവിടെ പഠിച്ചത്. അപ്പോൾ അംഗനവാടിയൊക്കെ ആകെ മാറി. അംഗനവാടി വരുന്നത് പഴയന്നൂർ ഗ്രാമപഞ്ചായത്തിലാണ്, തൃശ്ശൂർ ജില്ലയിലാണ് കേട്ടോ. അപ്പോൾ ഇന്ന് കുട്ടികൾ കുറവാണ്. അപ്പോൾ അംഗനവാടിൻ്റെ അകമൊക്കെ ഞാൻ കാണിച്ചു തരാം. കുറേ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരുപാട് ചിത്രപ്പണിയും പഠിക്കാനുള്ള കുറേ മെറ്റീരിയൽസൊക്കെ ഉണ്ട് ഇവിടെ. ചെറിയ ബോർഡും അതിന് സെറ്റപ്പാണ്. ഇപ്പോൾ പഴയ അംഗനവാടി ഒന്നുമല്ല. അപ്പോൾ ഇവിടെ ഇപ്പം ഇന്ന് കുറച്ച് പിള്ളേർ മാത്രമേ ഉള്ളൂ. ഇതിൽ ഒരു കുട്ടി എൻ്റെ കസിൻ്റെ മോളാണ്. അപ്പോൾ അവരുടെ സ്നാക്സിൻ്റെ ടൈമാണ് രാവിലെ. ഇപ്പോൾ പഴയ പോലെയല്ല, അംഗനവാടിയിൽ ടിവിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇന്ന് അംഗനവാടിയിൽ സ്പെഷ്യൽ ചോറാണ്. അപ്പോൾ ചോറിന് വേണ്ട തക്കാളി, ബീൻസ്, ക്യാരറ്റ്, ബീട്രൂട്ടൊക്കെ റെഡിയാണ്. മോൻ്റെ പേരെന്താ? അപ്പു. അപ്പോൾ ഒരു പാട്ട് പാടോ? പാടിക്കാം. അപ്പോൾ എല്ലാവരും അപ്പുവിന് വേണ്ടി കൈയടിച്ചേ. ഗുഡ് ബോയ്. എൻ്റെ പേരെന്താ? ആ, ഒന്ന് പാട്ടോടൂ. എല്ലാവരും ഒന്ന് മോനെ വേണ്ടി കൈയടിച്ചേ. ഭയങ്കര വെയിലാണ് കേട്ടോ ഇവിടെ. മുഖമൊക്കെ ക്ഷീണിച്ചിട്ടുണ്ട്. ഒന്നാമത് ശാരീരികമായ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. അപ്പോൾ പക്ക നാട്ടിൻപുറം പ്രദേശമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ തീർച്ചയായും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു അടിപൊളി വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ ഞാൻ വരുന്നതായിരിക്കും.